ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്നറിയാം. ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു വിൻ്റർ സീസൺ. ഇപ്പോൾ ഒരു വിൻ്റർ സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്യാവശ്യം നമ്മുടെ ഫേസ് ആയാലും ലിപ്സ് ആയാലും സ്കിൻ ആയാലും ഒക്കെ നല്ല ഡ്രൈയിങ്ങിലോട്ട് പോകുന്ന സമയമാണ്. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് ലിപ്സിന് വേണ്ടിയുള്ളതാണ്. കാരണം ഒരുപാട് പേർക്ക് ലിപ്സ് ക്രാക്ക് ചെയ്യാവുന്ന സീസണാണിത്. ഈ സീസണും ഇച്ചിരി അങ്ങോട്ട് പോയാലും സീസൺസൊക്കെ അത്യാവശ്യം ക്രാക്കിനെസ് നല്ലോണം ഉള്ള സമയമാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ നമുക്ക് ഒരു ലിപ് കെയർ തന്നെ ചെയ്യാം. ലിപ് കെയർ നമ്മൾ ഫസ്റ്റ് നമ്മൾ ലിപ്സിന് അങ്ങനെ ആദ്യം ഒന്നും ഇൻട്രസ്റ്റ് കൊടുക്കുന്നതാണ്. പക്ഷെ ഇപ്പം അത്യാവശ്യം എല്ലാവരും ലിപ്സിന് നല്ല ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. ലിപ്സിന് നല്ലൊരു പിഗ്മെൻറ്റേഷൻ വരാതെ സൂക്ഷിക്കണമെന്നും എല്ലാവരും ഒത്തിരി പേര് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ അത് വെച്ചാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോക്ക് അകത്ത് പോവാം. അപ്പം എന്നെ ആരെങ്കിലും കാണുവാണെങ്കിൽ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ ലിപ് സ്ക്രബ് വെച്ച് എനിക്ക് ഷുഗർ നമുക്ക് പെട്ടെന്ന് DIY ചെയ്യാൻ മടിയുള്ള ദിവസങ്ങളിൽ ഇതാണ് കൂടുതൽ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്ത് ഞാൻ ഒന്ന് ഒരു 2 to 3 മിനിറ്റ്സ് വെച്ചിട്ട് ഒന്ന് വൈപ്പ് ഓഫ് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ലിപ്സിന് നല്ലൊരു ലിപ് ബാം എപ്പോഴും ഇടണം. ലിപ് ബാം SPF വെച്ചതുള്ളത് മാത്രം ഇടണം നിർബന്ധമൊന്നുമില്ല. SPF ഇല്ലാത്തത് നമുക്കിടാം. അതേപോലെ നൈറ്റിൽ നമുക്ക് സ്ലീപ്പിംഗ് മാസ്ക് ഉള്ളവർ സ്ലീപ്പിംഗ് മാസ്ക് നല്ലത് നോക്കുന്നവർ അതിൻ്റെ ഞാൻ ഈ ലിപ് ബാമിൻ്റെ ഗ്രൂപ്പിൽ തന്നെ ഞാൻ അതിൻ്റെ ഒരു റിവ്യൂ പറയട്ടെ. ഏതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഏതാണ് ഞാൻ അഡോപ്റ്റ് ചെയ്യുന്നുള്ളത്. ഒരുപാട് പേര് വാസ്ലിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാസ്ലിൻ യൂസ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല. ഇടയ്ക്ക് വെച്ചായിരുന്നു വാസ്ലിൻ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു പറഞ്ഞത്. വാസ്ലിൻ യൂസ് ചെയ്താൽ വാസ്ലിൻ തന്നെ കണ്ടിന്യൂ ചെയ്തു, നോ പ്രോബ്ലം. അതുകൊണ്ട് ഒരു ഇറിറ്റേഷൻ അങ്ങനെ വരുന്ന ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ വാസ്ലിൻ തന്നെ ക്ലിയർ വാസ്ലിൻ തന്നെ യൂസ് ചെയ്ത് ഒരു കുഴപ്പമേ ഇല്ല. സ്ലീപ്പിംഗ് മാസ്ക് അതൊരു തിക്ക് ലെയർ അപ്ലൈ ചെയ്താലും മതി. നമുക്ക് അങ്ങനെ വാസ്ലിൻ യൂസ് ചെയ്തിട്ട് വേണ്ട, നമുക്കൊന്ന് പുതിയതായിട്ട് ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഇത് കാണിക്കാം. ഗുഡ് വൈബ്സിൻ്റെ ഈ ഒരു ലിപ് ബാമാണ്. നല്ല ലിപ് ബാമാണ് കേട്ടോ, നല്ല അടിപൊളി. ഞാൻ എത്ര യൂസ് ചെയ്തിരുന്നു, ഇനി ഇത്രയും കൂടെ ഉള്ളൂ, തീർന്നു, അത്യാവശ്യം തീർന്നു. ഇതെല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ഇത് പർപ്പിളിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ എന്ന് എനിക്കറിയാൻ വയ്യ. ഇപ്പോൾ ആമസോണിലും ഉണ്ടെന്നാണ് എൻ്റെ ശരിയാണെങ്കിൽ. ഇത് ക്ലിയർ ലിപ് ബാമാണ്, ക്ലിയർ ആയിട്ടുള്ള ലിപ് ബാമാണ്. സ്വാച്ചസ് ചെയ്ത ക്ലിയർ ലിപ് ബാമാണ്. നമുക്ക് ഇത് നമ്മൾ സ്ക്രബ് ചെയ്തിട്ട് എന്തായാലും നമ്മൾ അന്നേരം സ്ലീപ്പിംഗ് മാസ്ക് ഇടാൻ പോകത്തില്ല. നമ്മൾ രാവിലെയൊക്കെ ചെയ്യുന്നെങ്കിൽ നമുക്ക് അന്ന് ലിപ്സിൽ അപ്ലൈ ചെയ്യാം. അത്യാവശ്യം മോയ്സ്ചറൈസ് തരും, കുറച്ച് നേരത്തേക്ക് മോയ്സ്ചറൈസ് തരും. നല്ലൊരു ഒരു പ്ലംപി ആയിട്ട് നിൽക്കുമെന്ന് ചോദിച്ചാൽ ഡ്രൈ ആക്കാൻ വിടത്തില്ല. എന്തായാലും കുറച്ച് നേരത്തേക്ക് ഒരു 4-5 മണിക്കൂറത്തേക്ക് ഡ്രൈ ആകാം. നമുക്ക് റീഅപ്ലൈ ചെയ്ത് ഇത് ഇടുവാണെങ്കിൽ നമുക്ക് റീഅപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. പക്ഷേ ഇത് ഹാൻഡിയാണ്, നമുക്ക് ബാഗിലൊക്കെ ഇട്ടുകൊണ്ടുപോകാണ്. ഹാൻഡിയാണ്. ഇത് സ്ട്രോബെറി ഫ്ലേവർ, ഇതിനകത്ത് ഫ്ലേവേഴ്സ് കുറച്ചുണ്ട്. ഞാൻ സ്ട്രോബെറി ഫ്ലേവേഴ്സാണ് വന്നേക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പാക്കേജ് പുതിയ പാക്കേജിംഗ് ആയിട്ട് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ബ്ലാക്ക് ആൻഡ് ക്ലിയർ. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നതാണെങ്കിൽ ഈ ഒരു NYBയുടെ സ്വീറ്റ് ട്രീറ്റ് ലിപ് ബാമാണ്. 01 ചെറി ഫ്ലേവർ. ഇത് ഞാൻ ഒരുപാടൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് അത്ര എൻ്റെ ഷെയ്ഡ് കാണിച്ചു തരാം, കാണുന്നുണ്ടോ? കളേർഡാണ്, അത്യാവശ്യം കളേർഡാണ്. പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ കുറയ്ക്കുന്നില്ല, പക്ഷെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ പ്രോഡക്റ്റാണ്. പിന്നെ ഈ ഞാൻ നേരത്തെ കാണിച്ച ഗുഡ് വൈബ്സിൻ്റെ അത്രയും നിൽക്കും ചോദിച്ചാൽ, കാരണം ഇത് ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ കഴിയുമ്പോൾ ഇത് റീഅപ്ലൈ ചെയ്യേണ്ടി വരും. റീഅപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം കൂടെ നമുക്ക് റീഅപ്ലൈ ചെയ്യാൻ ചിലർക്ക് മടിയുള്ള കൂട്ടത്തിൽ ഒത്തിരി പേര്, ചിലരെന്നല്ല ഇപ്പം അത്യാവശ്യം ഒരുപാട് പേര് ലിപ് ബാം പോയിട്ട് മോയ്സ്ചറൈസർ പോയിട്ട് ഫേസ് വാഷ് അതിന് യൂസ് ചെയ്യാൻ മടിയുള്ളവരുണ്ട്. എനിക്കറിയാം. ലിപ്സിൽ ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചില്ല, അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കും. ഇപ്പം എൻ്റെ ലിപ്സ് ഞാൻ ഇത് ലിപ് ബാം ഇട്ടേന്ന് അറിയത്തില്ല. ലിപ് ബാം ഇതിനകത്ത് തന്നെ ഞാൻ ഒരു ലിപ് ബാം ഇട്ടായിരുന്നു. അതാണ് ഈ ഒരു ലിപ് ബാമാണ് ഞാൻ ഇട്ടത്, വേറെ പ്രത്യേകിച്ച് ഒന്നും ഇട്ടിട്ടില്ല. ലിപ് ബാമാണ് കണ്ടോ. കളർ ലിപ് ബാം താല്പര്യമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പം ഞാൻ അതിനകത്ത് പറയാം. ഞാൻ ഗുഡ് വൈബ്സിൻ്റെ എൻ്റെ ലിപ്സ് അത്യാവശ്യം പിഗ്മെൻറ്റഡ് ആയിരുന്നു. കണ്ടിന്യൂസ് ആയിട്ടുള്ള ലിപ് ബാം യൂസിലാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ ലിപ്സിൻ്റെ കളർ റിക്കവറായി വരുന്നതാണ് കേട്ടോ. അത്യാവശ്യം നമ്മൾ ലിപ് ട്രീറ്റ്മെൻറ്റോ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ലിപ്സിൻ്റെ ഇവിടെ അത്യാവശ്യം പിഗ്മെൻറ്റേഷനായി വരുമായിരുന്നു. ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യുമായിരുന്നു. ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പും പിന്നെ ശേഷവും തന്നെ, കാരണം ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 8 വർഷമായിട്ടേ ഉള്ളൂ. അതിൽ കൂടുതൽ യൂസ് ചെയ്തിട്ടില്ല.
അതിന് മുമ്പേ എനിക്ക് ലിപ്സിൽ ചെറിയ പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു. അത് ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. ഞാൻ മെഡിസിൻസ് എടുക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെതായ ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ലിപ്സ്റ്റിക് NYBയുടെ ഇത് കളേർഡ് ലിപ് ബാമാണ്. ചെറിയൊരു ഒരു ടിൻറ്റ് ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പം ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവരും ഇതൊന്ന് ട്രൈ. ഞാൻ കാണിക്കുന്നത് ഷുഗർ പോപ്പിൻ്റെ ഒരു നറിഷിംഗ് ലിപ് ബാമാണ്. 03 വെനില എന്ന് പറയുന്ന ഷുഗർ 3 വെനില. ഇതൊരു ടിൻറ്റഡ് ലിപ് ബാമാണ് കേട്ടോ. ഞാൻ ഇതും അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് നിങ്ങൾ കാണുമ്പോഴേ അറിയാം അത്യാവശ്യം ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് NYB വെച്ച് നോക്കുമ്പം ഇത് അടിപൊളിയാണ് കേട്ടോ. സ്മെല്ലൊക്കെ ആയാലും വെനില ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് ആപ്റ്റാണ്. നല്ലൊരു ഫ്ലേവർ തരും. നല്ലൊരു ഫ്ലേവർ തരുമെന്ന് നല്ലൊരു ആ ഫ്ലേവർ നമുക്കിങ്ങനെ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ലോണം ആ വെനില ഐസ്ക്രീമൊക്കെ കഴിക്കാനുള്ള ടെൻഡൻസി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഇതിൻ്റെ സ്വച്ഛ് ഞാൻ കാണിച്ചു തരാം. അറിയാൻ വയ്യ, കണ്ടോ? ഈ രണ്ട് ഷെയ്ഡും, ഈ NYBയുടെ ഷെയ്ഡും ഈ ഷുഗർ പോപ്പിൻ്റെ ഷെയ്ഡും ഏകദേശം ഒരുപോലാണ് കേട്ടോ. കാണുമ്പോൾ മനസ്സിലാവും തോന്നുന്നു. രണ്ടും ഒരേപോലെ ഇരിക്കുകയാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ കാണിച്ചത്. ഇത് നല്ല ഹൈഡ്രേഷൻ തരുന്ന ഒരു ലിപ് ബാമാണ് കേട്ടോ. നല്ല നേരത്തെ സൗണ്ട് ഇടുന്നത് എൻ്റെ പിള്ളേർക്ക് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അതൊന്ന് ഇഗ്നോർ ചെയ്യുക കേട്ടോ. അവരെ എത്ര സൈലൻ്റ് ആവാൻ പറഞ്ഞാലും കേൾക്കത്തില്ല, പിള്ളേരല്ലയോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഇഗ്നോർ ചെയ്യുക. ഓക്കെ, ഇത് വെനിലയുടെ ഒരു ലിപ് ബാമാണ്. ഇതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ലിപ് ബാമാണ് കേട്ടോ. അപ്പം ഇത് വാങ്ങിക്കുമ്പോൾ ഞാൻ നിർബന്ധം പറയത്തില്ല, പക്ഷേ ഇതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു നറിഷിങ് ഷെയ്ഡാണ്. ഒരു ടിൻറ്റഡ് ലിപ് ബാം നോക്കുന്നുണ്ടെങ്കിൽ അഫോർഡബിൾ പ്രൈസുമാണ്. ഒരുപാട് പ്രൈസൊന്നും അഫോർഡബിൾ പ്രൈസുമാണ്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പ്രൊഡക്റ്റ്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ വീഡിയോവും ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇത് മൈഗ്ലാമിൻ്റെ കളർ പോപ്പ് ലിപ് ബാമാണ്. ഒരു സൂപ്പർ ഫുഡ്. ഇത് എനിക്ക് 1 വർഷത്തിൽ കൂടുതലായിരുന്നു ഞാൻ ചെയ്തത്. എൻ്റെ ചാനലൊന്ന് നോക്കിയാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ അത്ര യൂസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഒരു 3 ഫ്ലേവറാണ് ഞാൻ വാങ്ങിച്ചത്. ഗൂഗിൾ പേ വഴിയാണ് ഞാൻ വാങ്ങിച്ചത്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ സത്യം പറഞ്ഞാൽ വിട്ടുപോയി. ഈ ഒരു 2 എണ്ണം യൂസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ ഒന്ന് ഇത് വാട്ടർമെലൻ്റെയാണ് ഞാൻ യൂസ് ചെയ്തത്. ഒന്ന് സ്ട്രോബെറിയും ഒന്ന് ചെറിയാൻ തോന്നി. ഇത് രണ്ടും യൂസ് ചെയ്ത് തീർന്നു. അത് കാണുന്നില്ല. തീർന്നു വെച്ചാൽ അത് അങ്ങ് അറ്റം അങ്ങ് അത് ഞാൻ ഒരെണ്ണം താഴെ വീണ് നശിച്ചു. ഒരെണ്ണം ഫുൾ യൂസ് ചെയ്ത്. ഈ വാട്ടർമെലൻ്റെ സ്മെൽ ഇഷ്ടമില്ലാത്തവർ വാട്ടർമെലൻ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, കാരണം വാട്ടർമെലൻ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേര് എനിക്കറിയാം. കാരണം നല്ലൊരു മറ്റേതിൻ്റെ 2ൻ്റെയും ലിപ് ബാമിനെ കാട്ടി ഇച്ചിരിയും കൂടെ കളർ എടുത്ത് നിൽക്കുന്നത് ഇതാണ്. ഇതിൻ്റെ ആ 2 റേഞ്ചും നല്ല കളർ പേ ഓഫാണ്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അത്യാവശ്യം ഒരു 2-4 hours നിൽക്കുമ്പോൾ ഫുഡൊന്നും കഴിക്കാതിരിക്കുക. നമ്മൾ ക്ലാസ്സിനൊക്കെ പോകുന്നവരാ ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത കോളേജസൊക്കെ ആണെങ്കിൽ ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്യാം. നല്ല അഫോർഡബിൾ പ്രൈസിനുള്ള നല്ല അടിപൊളി പ്രോഡക്റ്റ്. നല്ല ഹൈഡ്രേഷൻ തരും, ലിപ്സിന് നല്ല ഹൈഡ്രേഷൻ തരും. ലിപ് ബാമാണ്, ലിപ്സ്റ്റിക് അല്ലത്, ലിപ് ബാമാണ്. സംഭവം പൊള്ളിയെന്ന് വെച്ചാൽ നമുക്ക് ലിപ്സിന് നല്ല ഹൈഡ്രേഷൻ തരും. ഒട്ടും പാച്ചിയായിട്ടോ ലിപ്സ് എന്താ പറയുക, അപ്പം അൽബറി ലേജിലുള്ള ഒരു അഫോർഡബിൾ പ്രൈസാണ്. പ്രൈസ് 100 ഉള്ളൂ. ഇപ്പം ഓഫർ ടൈമിലൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഇതെനിക്ക് തോന്നുന്നു അതിലും വില കുറവിനുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇപ്പം ഞാൻ കൂടുതലും ഈ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനത്തെ ട്യൂബ് സൈസിൽ വരുന്ന ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് ഇങ്ങനെ ട്യൂബ് സൈസ്. നമുക്ക് ഹാൻഡിയായിട്ട് ബാഗിൽ ഇട്ടുകൊണ്ട് പോവുകയും ചെയ്യാം. അതിൻ്റെ നമുക്ക് ലിപ്സ്റ്റിക്കുകൾ ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഒരു
ചെറിയ ടിൻറ്റ്. ഇത് വലിയ ഈ സ്വിസ് ബ്യൂട്ടിന് വലിയ ടിൻറ്റൊന്നും തരുന്നില്ല കേട്ടോ, അത്യാവശ്യം മീഡിയം ടിൻറ്റേ തരുന്നുള്ളൂ. ഒരുപാട് പിഗ്മെൻ്റ് ആയിട്ടുള്ള ലിപ്സിനാണെങ്കിൽ ഇത് ചില ഇഷ്ടപ്പെടുത്തില്ല, കാരണം പിഗ്മെൻറ്റ് കവർ ചെയ്യത്തൊന്നുമില്ല. നല്ലൊരു ഹൈഡ്രേഷൻ തരും കേട്ടോ. 99 റുപ്പീസ് 90 റുപ്പീസിനൊക്കെ ഇത് അത്യാവശ്യം നമുക്കൊരു ഹൈഡ്രേഷൻ തരുന്നത് തന്നെ വലിയ കാര്യമാണ്. അങ്ങനെ ഹാൻഡി ആയിട്ട് നല്ലൊരു ഹൈഡ്രേഷൻ തരുന്നുണ്ട്. അങ്ങനെ ചില ലിപ്പം ഇങ്ങനെ ചെയ്യുമ്പം എന്താ സ്റ്റിക്കായിട്ട് വരും. ഇത് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇത് നല്ലൊരു എന്താ പറയുക, ഒരു റേഞ്ച് തന്നെയാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ തന്നെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്, 4-5 ഫ്ലേവേഴ്സും ഉണ്ട്. ഞാൻ അപ്പം ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് നോക്കി ഇഷ്ടപ്പെടുക. ഇതിനകത്ത് തന്നെ ക്ലിയറും ഉണ്ട് കേട്ടോ, ക്ലിയർ റേഞ്ചും ഉണ്ട്. ക്ലിയർ ആയിട്ടുള്ളവർ വാങ്ങിക്കുന്നതാണെങ്കിൽ അത് യൂസ് ചെയ്യുക. രാത്രി കിടക്കും നേരം വേറെ ലിപ് മാസ്ക് ഒന്നും വാങ്ങിക്കാൻ താല്പര്യമില്ലാത്തവർ ഇതൊന്ന് തിക്ക് ലെയർ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങാം. ദാറ്റ്സ് ഓൾ. രാവിലെ എണീക്കുമ്പോൾ നല്ല ഹൈഡ്രേറ്റ്. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഈ മാമാർത്തിൻ്റെ ബീട്രൂട്ട് ടിൻറ്റാണ്, ലിപ് ബാം ടിൻറ്റാണ്. നല്ലൊരു ലിപ് ബാം. ഇതിപ്പോൾ കുറച്ച് നാളായതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ട് ഒരുപാടൊന്നും യൂസ് ചെയ്തിട്ടില്ല, കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡ്രൈനെസ് ഉള്ളതിൻ്റെ കൂടെ തന്നെയാണ് തോന്നുന്നത്. ഒരുപാട് ഹൈഡ്രേഷൻ എന്ന് തോന്നുന്നു, പക്ഷെ അത്യാവശ്യം ഉണ്ട്, സംഭവം അത്യാവശ്യം ഉണ്ട്. ഇത് ഇത്തിരി പ്രൈസാണ്, 200. അപ്പോൾ ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ നേരത്തെ ലിപ് ബാം മാറ്റിയായിരുന്നു. ഓക്കെ, ഇതാണ് ഞാൻ ഈ വീഡിയോക്ക് കുറച്ച് മുമ്പ് പറഞ്ഞില്ലായിരുന്നു ലിപ് ബാം ഇട്ടിട്ടുണ്ടെന്ന്. ഈ ഒരു ലിപ് ബാമാണ് ഇട്ടിരുന്നത്. ലിപ് ബാം മാത്രം ഇട്ടാൽ മതി, മുഖത്തിന് നല്ലൊരു ക്ലിയറും കിട്ടും. അപ്പോൾ ഒരു ചേഞ്ചിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളതാണെങ്കിൽ ഒരു 249 250 ആണ്. ഇത് നമ്മുടെ അടുത്തുള്ള സ്റ്റോഴ്സിലല്ല, ഞാൻ അടുത്തുള്ള സ്റ്റോഴ്സിൽ നിന്നാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചത്. കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് പറഞ്ഞ്. ഇതിൻ്റെ തന്നെ ചെറുതുമുണ്ട്, ചെറുത് ലിപ് ബാം, ക്ലിയർ ലിപ് ബാമുള്ള ചെറുതുമുണ്ട്. അത് വാങ്ങിക്കുന്നവർ അത് വാങ്ങിക്കുക. അത് 200-നകത്താണ്, ഇതൊരു 300-നകത്താണ് കേട്ടോ. 300. ഇപ്പോൾ ഓഫർ ടൈമിൽ എത്ര ഉള്ളത് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നൈക്കിൽ ഓഫർ പോകുന്നുണ്ട്, അപ്പോൾ ഇതിനൊക്കെ അത്യാവശ്യം ഓഫർ നടക്കുന്നുണ്ട്. ഓഫറുള്ളവരാണ് ലിപ് ബാം വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഓഹോ എന്ന് പറയത്തില്ല, ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പം വാങ്ങിക്കണം എന്നുള്ളത്, യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. ലിപ് ബാമായിട്ട് ചിലർ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആയിരിക്കും. ഞാനിത് ഇതിൻ്റെ കളർഡ് പ്രോഡക്റ്റാണ് വാങ്ങിച്ചത്. ഫേവറേറ്റ്, ഇതിൽ എനിക്ക് 2 എണ്ണമാണ് ഫേവറേറ്റ്. അതിൽ ലാസ്റ്റ് ഫേവറേറ്റ് എന്ന ലിപ് ബാം എന്ന് പറയുമ്പം ലിപ് ട്രീറ്റ്മെൻറ്റ് വാസലിൻ്റെ ഒരു കളർ ലിപ് ട്രീറ്റ്മെൻറ്റ്. ഇതിൻ്റെ തന്നെ ഇതേപോലത്തെ ബോക്സിൽ തന്നെ ഇതിൻ്റെ ബ്ലൂ കളറിലെയും ഇറങ്ങുന്നുണ്ട്. ബ്ലൂ, യെല്ലോ, റെഡ്, അങ്ങനെ 3-4 ഫ്ലേവറിലുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 249. ഞാൻ 249 വാങ്ങിച്ചത്. എനിക്ക് തോന്നുന്നു 150 അത്രയുള്ള കഴിഞ്ഞ നൈക്ക പിങ്ക് സെയിലിൽ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ഞാൻ ഇത്ര യൂസ് ചെയ്തിട്ട് ഇത് കാണാനില്ലായിരുന്നു, സത്യം പറഞ്ഞാൽ ഇത് കാണാനില്ലായിരുന്നു. എവിടെ പോയി ഞാൻ ഇവിടെ എല്ലാം തെരഞ്ഞു നടന്നു, കാണാനില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പാണ് ഇത് കിട്ടിയത്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യാം, കാരണം വിൻ്റർ സീസണിനൊക്കെ ലിപ് ബാം യൂസ് ചെയ്യുന്നവർ ആഗ്രഹിക്കുന്നവർ ഒരുപാടായിരിക്കും. ഞാൻ അതുകൊണ്ട് ഇങ്ങനത്തെ എളുപ്പം ക്യാരി ചെയ്യാവുന്ന പ്രോഡക്റ്റാണ് ഞാൻ എളുപ്പമെടുത്ത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ പ്രോഡക്റ്റൊക്കെ ഒത്തിരി തീർന്നു പോകുന്നത്, എളുപ്പം തീർന്നു പോകുന്നത്. ഇത് ഇപ്പോൾ വാങ്ങിച്ചിട്ട് കഴിഞ്ഞില്ലേ ഫെബ്രുവരി, എനിക്ക് തോന്നുന്നു ഫെബ്രുവരിയിൽ വാങ്ങിച്ചതെന്നാൽ എൻ്റെ സംശയം ശരിയാണെങ്കിൽ ഫെബ്രുവരി ഒരു പിങ്ക് സെയിൽ നടന്നായിരുന്നല്ലോ, ഫെബ്രുവരിയിലോ മാർച്ചിലോ ഏപ്രിലിലോ നടന്നിട്ടുണ്ട്, അന്നേരം വാങ്ങിച്ചതാണ് കേട്ടോ. ഇതാണ് കാണുന്നുണ്ടോ, ഇതാണ് ഈ നമ്മൾ കൈ തേക്കുമ്പം ഒരു ക്ലിയർ ആയിട്ട് നമ്മൾ ലിപ്സിൽ തേക്കും സെയിം അതേ എഫക്റ്റാണ്. അതിൽ ഒരുപാട് കളറൊന്നുമല്ല. നമുക്ക് ഇത് സ്ലിപ്പിംഗ് മാസ്ക് ആയിട്ടും ഇത് യൂസ് ചെയ്യാം കേട്ടോ. സംഭവം അടിപൊളിയാണ്. റോസ് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഇതിൻ്റെ ലിപ്പ് തേച്ച് വെച്ച് 2 സൈഡിൽ ഇതായിട്ടുണ്ട്. ഇതാണ്, പക്ഷെ നമ്മൾ ഫിംഗേഴ്സിൽ എടുത്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അതൊഴിച്ചാൽ ഓക്കെ. ഇതിൻ്റെ ട്യൂബ് സൈസും കിട്ടുന്നുണ്ട്, പക്ഷെ അത് എത്രത്തോളം അതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇതേപോലെ വാസലിൻ്റെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ എനിക്ക് ഒന്നും കൂടി ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഈ ഫിംഗേഴ്സിൽ എടുക്കുന്ന ഒഴിച്ചാൽ സമയം ലിപ് മാസ്ക് ഒക്കെ അങ്ങനെ എടുക്കത്തുള്ളൂ. അപ്പം നല്ലൊരു ഹൈഡ്രേഷൻ കേട്ടോ. അങ്ങനെ എനിക്ക് ഫേവററ്റായ ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഒത്തിരി ഫേവററ്റായി. ഇതിൻ്റെ ഒരു ട്യൂബ് തീർന്നു, 2ാമത്തെ ട്യൂബ്
ഏകദേശം പാതിയായി. മൂന്നാമത്തെ ട്യൂബ് വാങ്ങിക്കാനായിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. പക്ഷേ ഇതൊക്കെ ഒന്ന് തീർത്തിട്ട് അത് വാങ്ങിക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഈ ഒരു മോഹയുടെ കാണുന്നുണ്ടോ, ഈ ഒരു മോഹയുടെ ഹെർബൽ ലിപ് ബാം അൾട്രാ ഹൈഡ്രേഷൻ ഫോർ സോഫ്റ്റ് ബ്യൂട്ടി ലിപ്സ് ആണ്. ആപ്രിക്കോട്ട്, ഒലിവ്, ആൽമണ്ട്, വീറ്റ് ഗ്രാം, ഹണി ഇതെല്ലാം കൂടെ ചേർന്ന് ഇത് ഞാൻ ഇതിൻ്റെ ആദ്യത്തെ എനിക്ക് ആദ്യം വന്ന് മോഹയുടെ ഞാൻ പ്രോഡക്റ്റിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോസിന് വേണ്ടി വാങ്ങിച്ചപ്പം എല്ലാം കൺഫ്യൂഷൻ ആവുന്നു. ആ വീഡിയോസിന് വേണ്ടി വാങ്ങിച്ചപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് ഇതേപോലെ മോഹയുടെ ഒരു ലിപ് ബാം കിട്ടിയായിരുന്നു. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യാതെ ഇട്ടേക്കുമായിരുന്നു. പക്ഷെ ഇത് ഒരു പ്രാവശ്യം ഞാൻ എടുത്ത് യൂസ് ചെയ്തപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ അതിൻ്റെ ട്യൂബ് 10 ഗ്രാമാണ് കേട്ടോ പ്രോഡക്റ്റ്. അത് ഞാൻ അത്യാവശ്യം യൂസ് ചെയ്ത് തീരാറായപ്പോൾ അയ്യോ തീർന്നല്ലോ, ഇനിയും ഇത് മാത്രമായിട്ട് വാങ്ങിക്കുന്നത് പ്രൈസ് എത്ര ആയിരിക്കും നോക്കിയപ്പോൾ പ്രൈസ് ഭയങ്കര അഫോർഡബിൾ പ്രൈസ് ആയിരുന്നു. എഫക്റ്റ് ചെയ്യുന്ന ഒരു ലിപ് ബാം. എഫക്റ്റ് ചെയ്യുന്ന വെച്ചാൽ ഇത് മറ്റുള്ള ലിപ് ബാമിനെയും ലിപ് മാസ്കിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഓൾ ഇൻ ഓൾ ആണ്. ലിപ് ബാം ഇതിനകത്ത് കൊടുത്തേക്കുന്നേ ഉള്ളൂ, പക്ഷേ ഇത് ഓൾ ഇൻ ഓൾ ആണ്. ഓൾ ഇൻ ഓൾ വെച്ചാൽ നമുക്ക് നമ്മൾക്ക് ലിപ് സ്ക്രബായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ലിപ്പ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്താൽ മതി. സംഭവം സൂപ്പർ ഹൈഡ്രേഷൻ ആവും. ആ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ പോയി അടിപൊളിയാണ്. പിന്നെ ലിപ് ബാമായിട്ട് യൂസ് ചെയ്യാം. ഇത് ക്ലിയർ ലിപ് ബാമാണ്. നല്ല അടിപൊളി ക്ലിയർ കാണും കണ്ടോ, ക്ലിയർ ആണ്. നല്ല തിക്ക് ലിപ് ബാമാണ് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ലിപ് ബാമാണ്. പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുന്നുണ്ട്. ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് എനിക്ക് അത്യാവശ്യം പിഗ്മെൻറ്റേഷൻ കുറഞ്ഞു വരുന്നുള്ള ഒരു ഐഡിയ. അതിലെന്താണ് എഫക്റ്റ് ചെയ്യുന്നത് എനിക്കറിയാൻ പറ്റും. പക്ഷേ എനിക്ക് എൻ്റെ ലിപ്സിലെ പിഗ്മെൻറ്റേഷൻ കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ക്ലിയർ ലിപ് ബാമാണ് യൂസ് ചെയ്യാൻ. പിഗ്മെൻറ്റേഷനും അത്യാവശ്യം കുറയ്ക്കുന്നുണ്ട്. ഞാനൊരു വീഡിയോ ആരുടെയോ ഒരു വീഡിയോ കണ്ടപ്പം അതിനകത്ത് നമ്മൾ ലിപ് ബാം ഇടുമ്പോൾ തന്നെ നമുക്ക് ലിപ്സ് കൊണ്ട് എൻ്റെ ഈ ഒരു ഇച്ചിരി ഏരിയയിലാണ് ഇപ്പോഴും പിഗ്മെൻറ്റേഷൻ ഇരിക്കുന്നത്. ബാക്കി എനിക്ക് ഇവിടൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അതേപോലെ ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇപ്പം അതിനൊക്കെ നല്ല മാറ്റമുണ്ട്. അതിന് ഒരു കാരണം ഇതാണെന്നാണ് തോന്നുന്നു. കാരണം ഇത് കണ്ടിന്യൂസ് ഞാൻ ഒരു ട്യൂബ് ഫുള്ള് യൂസ് ചെയ്ത് കളഞ്ഞു. അപ്പം ഇത് രണ്ടാമത്തെ ട്യൂബാണ് കേട്ടോ. രണ്ടാമത്തെ ട്യൂബ് അത്യാവശ്യം ഇത് അത്യാവശ്യം പ്രോഡക്റ്റും ഉണ്ട് കേട്ടോ. അങ്ങനെ ഗ്യാപ്പായിട്ടൊന്നുമില്ല. അത്യാവശ്യം പ്രോഡക്റ്റും ഉണ്ട്. ഇച്ചിരി പ്രോഡക്റ്റ് മതി, ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്. ഞാനിപ്പോൾ എടുത്ത ഇതിൻ്റെ പാതി പ്രോഡക്റ്റ് മതി, നമുക്ക് ലിപ്സ് ഫുൾ കവറാവും. നല്ല ഹൈഡ്രേഷൻ. രാത്രിയിലൊക്കെ കിടക്കാൻ നമ്മൾ ലിപ് മാസ്കായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്ത് കാണിക്കാം കേട്ടോ. അത് നോക്കിയോ, ഈ ഒരു കാണുന്നുണ്ടോ, ഒരു ചെറിയ സൈസ് ഇത് എടുക്കുന്നുള്ളൂ. എന്നിട്ട് കണ്ട മോഹ എന്ന് പറയുന്ന ബ്രാൻഡ് ഇന്ത്യൻ ബ്രാൻഡാണ് കേട്ടോ. ഇന്ത്യൻ ബ്രാൻഡാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് പേരൊന്നും വേറെ പ്രോഡക്റ്റിനെ കുറിച്ചൊന്നും പറഞ്ഞു കേട്ടില്ല. പക്ഷേ ഈ സംഭവം അടിപൊളി. ഇതിനകത്ത് ഒരുപാട് റേഞ്ചിൽ വരുന്ന പ്രോഡക്ട്സ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. മോഹ എന്ന് പറയുമ്പോൾ എനിക്കെന്തോ ഒരു എം കഫേ എന്ന് പറയുന്നതിൻ്റെ കൂട്ട് തന്നെ മോഹയും എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് റിസൾട്ട് വന്നിട്ട് ഒരു പ്രോഡക്റ്റാണ് ഈ എം കഫയിലുള്ള കുറച്ച് പ്രോഡക്റ്റ് എനിക്ക് പെട്ടെന്ന് റിസൾട്ട് വന്നിട്ടുണ്ട്. മോഹ എന്ന് പറയുന്ന പ്രോഡക്റ്റിൽ കുറച്ച് പ്രോഡക്റ്റും പെട്ടെന്ന് റിസൾട്ട് വന്നിട്ടുണ്ട്. ഈ രണ്ട് പ്രോഡക്റ്റും എനിക്ക് അടിപൊളിയാണ്. ബ്രാൻഡിൻ്റെയും പ്രോഡക്റ്റ് സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ട് ആ ഒരു ചെറിയൊരു ഞാൻ രണ്ടാമത് ഇത് ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു ചെറിയ ഇതേ കൊടുത്തിട്ട് ലിബ് നല്ല ഹൈഡ്രേഷനായി. അപ്പോൾ നമുക്ക് ഇച്ചിരിയും കൂടെ വേണമെങ്കിൽ ലിപ് മാസ്കായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഒരു ഇച്ചിരിയും കൂടെ എടുത്തിട്ട് ഇച്ചിരിയും കൂടെ എന്ന് വെച്ചാൽ എടുത്തത് ഇപ്പോഴും അതിനകത്ത് ഇച്ചിരി ഇരിപ്പുണ്ട്. ഒരു ഇച്ചിരിയും കൂടെ എടുത്തിട്ട് ദാറ്റ്സ് ഓൾ മതി. അല്ലേ, ക്ലിയറായി ഞാൻ ടിഷ്യൂ കൊണ്ട് തുടച്ചിട്ടേ വെക്കത്തുള്ളൂ കേട്ടോ. ഇത് പ്രോഡക്റ്റ് ഞാൻ എടുത്ത് ടിഷ്യൂ കൊണ്ട് തുടച്ചിട്ടേ വെക്കത്തുള്ളൂ. സംഭവം അടിപൊളിയാണ്. ഈ ഒരു അണ്ടർ 100 റുപ്പീസിന് സംഭവം വർത്താണ്. നല്ല സ്മെല്ലാണ് ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെ സ്മെൽ. മോഹയുടെ അത്യാവശ്യമുള്ള പ്രോഡക്റ്റിൻ്റെയൊക്കെ സ്മെല്ല് സംഭവം നല്ല സ്മെല്ലാണ് കേട്ടോ. നല്ലൊരു ഫ്രഷ്നെസ് തരുന്ന നല്ലൊരു എന്താ പറയുക. ഈ ലിപ് ബാമിൻ്റെ ഈ ഒരു ലിപ് ബാംസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലിപ് ബാം ഇപ്പം ഇതാണ്. സൂപ്പർ സംഭവമാണ്. ഏറ്റവും ഇഷ്ടമുള്ള ലിപ് ബാം ഇപ്പം ഇതാണ്.
ഇതിനു മുമ്പ് ഒരു വേറെ ലിപ് ബാം എനിക്ക് ഇഷ്ടമായിരുന്നു. അതിന് മുമ്പ് അത് കഴിഞ്ഞിട്ട് വാസ്ലിൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. വാസ്ലിൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം പിന്നാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. സംഭവം അടിപൊളിയാണ്. എന്താ പറയാൻ അറിയാൻ വയ്യ, സംഭവം അടിപൊളിയാണ് കേട്ടോ. അത്യാവശ്യം ഇത് നമ്മൾ യൂസ് ചെയ്യാം, നമുക്ക് ഹാൻഡി ആയിട്ട് ബാഗിലിട്ടുകൊണ്ട് നടക്കുകയും ചെയ്യാം. നല്ലൊരു ഹൈഡ്രേഷൻ ഉണ്ട്. ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാം. ഇത് മസ്റ്റ് ട്രൈ ആണ്. ക്ലിയർ ആണ്. ഇതിൻ്റെ ഈ ഒരു റേഞ്ച് മാത്രമേ ഉള്ളൂ, വേറെ റേഞ്ച് കളറോ ഒന്നുമില്ല തന്നെ. ഇതുവരെ വെബ്സൈറ്റിൽ വേറെ റേഞ്ച് ഒന്നും വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് ക്ലിയർ. ഇത് വാങ്ങിച്ച് മസ്റ്റ് ട്രൈ കേട്ടോ. ഇത് ലൈക്കയിൽ പോകുന്നുണ്ട്. അതിൻ്റെ ഓഫർ എങ്ങനെയാണ് പ്രൈസ് എന്ന് ഞാൻ വേണമെങ്കിൽ ഈ സ്ക്രീനിൽ ഇവിടെ ഇട്ടേക്കാം. ഓക്കെ, ഇതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഇത് യൂസ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മിക്കവാറും ആരും കാണത്തില്ല, കാരണം ഈ പ്രോഡക്റ്റ് അങ്ങനെ ആരും യൂസ് ചെയ്തതായിട്ടോ റിവ്യൂ ചെയ്തതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തവരാണെങ്കിൽ ഞാൻ യൂസ് ചെയ്തവരിൽ നല്ല അടിപൊളി റിവ്യൂ ആണ് കൊടുത്തേക്കാം. ഇതൊന്ന് യൂസ് ചെയ്യാം കേട്ടോ, സംഭവം പൊളിയാണ്. നെക്സ്റ്റ് ഞാൻ ഇതിൻ്റെ ലിപ് ബാമിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് സ്ലീപ്പിംഗ് മാസ്കും കൂടെ കാണിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് സ്ലീപ്പിംഗ് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാം. ലിപ് ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് നമുക്കിത് സ്ലീപ്പിംഗ് മാസ്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതേപോലെ ഇതും നമുക്ക് ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാം. സംഭവം അടിപൊളിയാണ്. ഇത് രണ്ടും ഞാൻ മാറിയും തിരിഞ്ഞ് യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഞാൻ ഇതൊക്കെ വാങ്ങിക്കുന്നതിന് മുമ്പ് ഓഫറിൽ ലൈക്ക് ചെയ്ത് ഞാൻ വാങ്ങിച്ച ഒരു പ്രോഡക്റ്റാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടിട്ട് സംഭവം വാങ്ങിച്ചതാണ്. ഒത്തിരി പേര് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേര് കാണും. അങ്ങനെ വാങ്ങിച്ചതാണ് ഈ ഒരു ലെനേജിൻ്റെ ഈ ഒരു ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ബെറി ഫ്ലേവർ. ഞാൻ മിനി സൈസാണ് വാങ്ങിച്ചേക്കുന്നത്. കണ്ടോ, ഇത്രയും യൂസ് ചെയ്തിട്ടുണ്ട്. സ്മെല്ല് അടിപൊളിയാണ് കേട്ടോ, സ്മെല്ല് അടിപൊളിയാണ്. പ്രൈസ് എനിക്ക് തോന്നുന്നു ഈ ഇത്ര എണ്ണത്തിന് സംശയം ശരിയാണെങ്കിൽ 500 ആണെന്ന് തോന്നുന്നു. 6 ഇത്ര എങ്ങാണ്ടാണ്. അത് 500 ഓഫറിൽ 500 കിട്ടും. പിന്നെ സംഭവം ഓക്കെയാണ്. നല്ല ലിപ് മാസ്ക് ആണ്. ഓക്കെ എന്നല്ല, നല്ല ലിപ് മാസ്ക് ആണ്. പ്രൈസ് ഇത്തിരി പ്രൈസാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. ഞാൻ പറഞ്ഞ തൊട്ട് ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ഒന്നില്ലാത്ത നമ്മൾ സ്റ്റക്കായിരിക്കും. അടുത്ത് എനിക്ക് തോന്നുന്നത് ഫ്രീ ആയിട്ട് കിട്ടുന്നതെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫ്രീ ആയിട്ട് എനിക്ക് ഇടയ്ക്ക് സ്മിറ്റൻസിൻ്റെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നൊരു ഭ്രാന്തും ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ വാങ്ങിച്ചതാണ് ഈ ഡോട്ട് ആൻഡ് കീയുടെ ലിപ് പ്ലംബിംഗ് സ്ലീപ്പിംഗ് മാസ്ക്. ഇതും നല്ലതാണ് കേട്ടോ. ഇതൊരു ചെറിയ ടിൻറ്റഡ് ഉള്ള ഇത് കണ്ടോ, മനസ്സിലാവുന്നുണ്ട്. ഇതും അത്യാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതും ഈ ടബ് കണ്ടാണ് ഈ ഡോട്ട് ആൻഡ് കീയുടെ അത്യാവശ്യം കുറേ പ്രോഡക്റ്റ്സ് ഞാൻ സ്മിറ്റൻസിൽ നിന്ന് വാങ്ങിച്ചത്. കാരണം നല്ല ക്യൂട്ട് ടബാണ്. ഇത് 50 ml ടബാണ്. ഇതിനൊരു അടപ്പുണ്ടായിരുന്നു. അപ്പം ഇതിങ്ങനെ ഇങ്ങനെ സീൽഡ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പം ഞാൻ അത്യാവശ്യം ഈ ഒരു ലിപ് ബാമിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ലെനേജിൻ്റെ ലിപ് ബാമിൻ്റെ കാര്യം പറഞ്ഞിട്ട് തന്നെ അതും ഇങ്ങനെ മാറി ലിപ് ബാമായിട്ട് സ്ലീപ്പിംഗ് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യുമായിരുന്നു. ക്രാക്കിനെസ് ഒക്കെ പോകാൻ അടിപൊളിയാണ് കേട്ടോ. അത് വാങ്ങിക്കാൻ താല്പര്യം, ഇത് വാങ്ങിക്കുക. ഇത് 200 ആണ്. സ്മിറ്റൻസിൽ ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയത്തില്ല, ട്രയൽ പോയിൻറ്റ്സ് വഴി വാങ്ങിക്കുന്നത്. പക്ഷേ ഇതും നല്ലതാണ്. ഇത് 250 നമുക്ക് വാങ്ങിക്കാൻ കിട്ടി. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഇത് വാങ്ങിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നിയ ചില സമയങ്ങളിലുണ്ട്. പക്ഷേ ഇത് ഞാൻ ലെനേജിൻ്റെ ഡ്യൂപ്പായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പ്രോഡക്റ്റ് കുറച്ച് വാങ്ങിച്ചപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ വാങ്ങിച്ചതാണ് ഈ ഒരു നിക്കൈ ഓർഗാനിക്സിൻ്റെ ഒരു സ്ലീപ്പിംഗ് മാസ്ക് ആണ്. ഇതും സെയിം ടെക്സ്ചറാണ് കേട്ടോ. ഇതിൻ്റെയും സ്മെല്ലായാലും അതിൻ്റെ ഒരു കണ്ടോ, ഇതും ഒത്തിരി നാൾ ഓടും. ഈ ലെനേജിൻ്റെ കാര്യം പറഞ്ഞിട്ട് തന്നെ ഇത് കണ്ടോ, ഞാൻ ഇത്രേ യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഡോട്ട് ആൻഡ് കീയുടെ സ്മിറ്റൻസ് ഞാൻ വാങ്ങിച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഏകദേശം ഡ്യൂപ്പായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഒന്ന് വാങ്ങിച്ചത് നോക്കാം. അപ്പോൾ കോംബോ പാക്കായിട്ടാണ് വാങ്ങിച്ചത്. അത് ഇങ്ങനെ തോന്നുന്നു buy 2 get 2 അങ്ങനെ ഫ്രീ ആയിരുന്നു. അങ്ങനെ ഇതും ഇതിൻ്റെ ലിപ് മാസ്കും സ്ക്രബും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ കുറച്ച് പ്രോഡക്റ്റ്, പക്ഷേ ആ പ്രോഡക്റ്റൊന്നും ഈ നിക്കയുടെ വേറെ പ്രോഡക്റ്റൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പക്ഷേ ഈ ലിപ് മാസ്കും ലിപ് സ്ക്രബും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റായിരുന്നു. പക്ഷേ ഇത് ഇത്ര യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. ഇത് എപ്പോൾ യൂസ് ചെയ്ത് തീരുമെന്ന് എനിക്കും അറിയാൻ വയ്യ. പക്ഷേ സംഭവം നല്ലതാണ് കേട്ടോ. നമുക്ക് കൊണ്ടുപോകാനൊക്കെ നമുക്ക് ഈ ലെനേജിൻ്റെ എപ്പോഴും കൊണ്ടുപോകാൻ താല്പര്യമില്ല. പിന്നെ ഇതും അങ്ങനെ കൊണ്ടുപോകാൻ താല്പര്യമില്ലാതെ ഇത് കൊണ്ടുപോകാം. അതെ, ഇത് നല്ലോണം നമുക്ക് ഹൈഡ്രേഷൻ, നല്ലൊരു സ്ലീപ്പിംഗ് മാസ്കാണ്. സെയിം ഇത് നമുക്ക് ഈ ബോട്ടിലോ ഈ പേരോ ഇല്ലാതെ കാണിക്കാമേ. ഒരു മിനിറ്റ്.
പേരുമില്ല, നമ്മൾ നോക്കിയാൽ സെയിം ടു സെയിം ആണ്. കണ്ട, ഇതും സെയിം ടു സെയിം ആണ്. കളർ വൈസ് ആയി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇത് ഈ ബോട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് ലെനേജ് എന്ന് മനസ്സിലാവും, ഇത് പിന്നെ നിക്കായ എന്ന് മനസ്സിലാവും. ഇത് രണ്ടും ഇത് ഇച്ചിരി കൂടെ പ്രൈസ് കുറവാട്ടോ. ഇതിൻ്റെ പ്രൈസ് 200. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് കേട്ടോ. മെയ്ഡ് ഇൻ ഇന്ത്യ. ഇതിൻ്റെ പ്രൈസ് എത്രയെന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നൈക്കിൽ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. വെബ്സൈറ്റിലോ ആമസോണിലോ സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ, ഇത് കിട്ടും. നൈക്കയിൽ എപ്പോഴും ഇതിന് സ്റ്റോക്ക് എടുക്കാത്തതെന്ന് അറിയത്തില്ല, എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടാണ് കാണുന്നത്. പക്ഷെ സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇത് രണ്ടിലും നിങ്ങൾ ഇത് വാങ്ങിക്കണമെന്ന് ചോദിക്കും, ഇത് തന്നെ വാങ്ങിക്കാം. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് ഞാൻ ലിപ് മാസ്കും ഇപ്പം നമ്മൾ ഈ ഒരു വിൻ്റർ സീസണിൽ നമ്മൾ ലിപ്പിന് കെയർ കൊടുക്കാവുന്ന ഇതൊക്കെയാണ്. വേറെ ഏതെങ്കിലും ലിപ് ബാമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഞാൻ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. വിൻ്റർ സീസണിൽ നമുക്ക് മസ്റ്റായിട്ട് ലിപ് ബാം ആവശ്യമാണ്. ഇതിനകത്ത് അഫോർഡബിൾ ആയിട്ട് ഒരു പ്രോഡക്റ്റ് നിങ്ങൾ നോക്കുക വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു മോഹയുടെ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു കേട്ടോ. ഫുള്ളായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ലിപ് ബാമായിട്ട് ലിപ് സ്ലീപ്പിംഗ് മാസ്കായിട്ട് ഇത് വേണ്ട, വേറൊരു പ്രത്യേകമായിട്ട് പ്രോഡക്റ്റ് വേണം താല്പര്യമുള്ളവരാണെങ്കിൽ, ലെനേജ് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ലെനേജ് വാങ്ങിക്കുക. അല്ലെങ്കിൽ വാസ്ലിൻ വാങ്ങിക്കുക. ഓക്കെ, അതും വേണ്ട, അതും ഞാൻ വാസ്ലിനൊക്കെ ട്രൈ ചെയ്യണം. ഒരു പുതിയ റേഞ്ച് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നിക്കാക്കയുടെ ഈ ഒരു റേഞ്ച് ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ലെനേജിൻ്റെ സെയിം ഒരു ഇച്ചിരി കൂടെ തിക്നെസ് ഇതിനാണ് കേട്ടോ. അതിനേക്കാൾ ഇച്ചിരി കൂടെ തിക്കായിട്ടുള്ള ഇത്, അത് ഇച്ചിരിയും കൂടെ എന്താ പറയുക, ഒന്ന് ഇപ്പം മെൽറ്റ് ആവുന്ന എൻ്റെ കൂട്ടിരിക്കും. ഞാൻ അത് കാണിച്ചില്ലല്ലോ. ഈ ഒരു റേഞ്ച് ഞാൻ കാണിച്ചു തരാവേ. കയ്യിലിവിടെ ഇത് കണ്ടോ, കുറച്ചൊരു ഇച്ചിരിയും കൂടെ തിക്ക് സൈഡിലുള്ളതാണ് ഈ ഒരു പ്രോഡക്റ്റ്. കളർ ഒന്നുമില്ല, സ്മെല്ലൊക്കെ ആയാലും സെയിം, അതിൻ്റെ ഏകദേശം സിമിലർ സ്മെല്ലാണ്. ഇത് നമ്മൾ അറിയാത്തവർ രണ്ട് കയ്യിലും ഈ ഒരു സ്വാച്ചസ് ഉണ്ടെന്ന് കാണിക്കുകയാണ്. ഇതിലേതാണ് ഐക്കെന്നും IKI അങ്ങനല്ലേ എങ്ങനെ വായിക്കുന്നത്, ഞാൻ നിങ്ങൾ എങ്ങനെയാണെന്ന് ചോദിക്കുക. ഐക്കെന്നും നമ്മൾ ലെനേജിൽ ഞാൻ ഈ കയ്യിൽ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാമേ. ഉണ്ടോ, ലെനേജാണ് എടുത്തേക്കുന്നത്. ഇതൊന്നും കൂടെ ഒരു ബട്ടറി ഇതാണ്. ഇതിനാണ് ഒന്നും കൂടെ സ്മെൽ നല്ലത് കേട്ടോ. ലെനേജിനെക്കാട്ടി എനിക്ക് നിക്കായാണ് ഇഷ്ടപ്പെട്ടത്. ലെനേജിൻ്റെ ഒരു ചെറിയ ഒരു ഹൈ എൻഡിൻ്റെ ആണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇത് കണ്ടോ, മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയാൻ വയ്യ. കണ്ടോ, ക്ലിയർ ആണ്, നമുക്ക് മനസ്സിലാവത്തില്ല ഇത് ഏതാണെന്നുള്ളത്. യൂസ് ചെയ്തിട്ടാണെങ്കിൽ മനസ്സിലാവും. ചെറിയൊരു ഫ്ലേവറിനൊരു നമ്മൾ സ്മെല്ല് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസമല്ലാതെ സംഭവം ഒരുപാടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ സൈസിനും വ്യത്യാസമുണ്ട്. കാരണം ഇതിൻ്റെ സൈസ് എത്ര സൈസ് എന്നറിയാം. ഇത് ഇച്ചിരി ലാർജ് സൈസാണ് കേട്ടോ. എത്രയാണെന്ന് പറയുമ്പോൾ ഇത് ഇച്ചിരി ലാർജ് സൈസ്. ഇത് 80 ഗ്രാം, ഇതിൻ്റെ 50 ഗ്രാം വാങ്ങി അങ്ങനെ ഇരിക്കും. അത് തന്നെയാണ് ഇതിൻ്റെ 50 ഗ്രാം വാങ്ങിച്ച് അങ്ങനെ ഇരിക്കും. അപ്പം ഇത് പ്രൈസ് കൊടുത്ത് വാങ്ങിക്കാറുള്ളവർ, ഇഷ്ടമില്ലാത്തവർ ഇതൊന്ന് വാങ്ങിക്കുക കേട്ടോ. സംഭവം സെയിം ടു സെയിം റേഞ്ച് ആണ്, സെയിം ടു സെയിം എഫക്റ്റ് തന്നെയാണ് തരുന്നത്. നല്ലൊരു സ്ലീപ്പിംഗ് മാസ്ക് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എത്രയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്ത ലിപ് ബാംസ്, ഇപ്പോഴും യൂസ് ചെയ്യുന്ന ലിപ് ബാംസ് മാത്രമല്ല, ഞാൻ PH ബാംസും യൂസ് ചെയ്യാറുണ്ട്. അത് അത്യാവശ്യം വല്ലതെങ്കിലും പെട്ടെന്ന് വെളിയിൽ പോകുവാനൊക്കെ ആണെങ്കിൽ ലിപ് ബാംസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ സ്റ്റോക്കൊക്കെ വെച്ചിട്ടുണ്ട്. അത് എത്ര പെട്ടെന്ന് ഞാൻ ഇപ്പോൾ കുറച്ചുകൊണ്ട് PH ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ലിപ് ബാംസ് ആണ് യൂസ് ചെയ്യുന്നത്. PH ബാലൻസ് ലിപ് ബാംസ് ആണ് യൂസ് ചെയ്യുന്നത്. ലിപ് ഗ്ലോസ് അങ്ങനത്തെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനത്തെ പ്രോഡക്റ്റ്സൊക്കെ ഞാൻ നൈറ്റിൽ സ്ലീപ്പിംഗ് ടൈമിൽ നൈറ്റ് കെയർ ചെയ്യുമ്പം, ഡേ കെയർ ചെയ്യുമ്പോഴൊക്കെയാണ്, വീട്ടിലൊക്കെ നിൽക്കുവാണെങ്കിലാണ് ഇങ്ങനത്തെ പ്രോഡക്റ്റ്സൊക്കെ ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അവിടെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം ഇതെല്ലാം ഞാൻ ഒത്തിരി റിസർച്ച് ചെയ്ത് കുറച്ച് നാളായിട്ട് റിസർച്ച് ചെയ്ത് എടുത്ത പ്രോഡക്റ്റ്സ് തന്നെയാണിത്. ഒന്നും ഞാൻ പെയ്ഡ് പ്രൊമോഷൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. Bye.